ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഈ ചേച്ചിയെ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തരും സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഞാൻ ടൈറ്റിൽ പറഞ്ഞതുപോലെ എന്നെ എൻ്റെ പ്രിയപ്പെട്ടവർ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. കാരണം എനിക്കൊരു വയ്യാഴിക എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ വാട്സപ്പിലാണെങ്കിൽ അങ്ങ് മെസ്സേജും ഫോൺ കോളും എല്ലാം. കാരണം ഞാൻ ചിന്തിക്കും, ഇതുമേ ഇത്ര എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടല്ലോ എന്ന്. അത് അപ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. എന്നും ഈ സ്നേഹം നിലനിൽക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അന്നിട്ട വീഡിയോയിലാന്നേലും എത്ര കമൻസ് അങ്ങനെ റെഗുലർ ഇടാത്തവർ പോലും അന്ന് കമൻസൊക്കെ ഇട്ട്. അതിലൊക്കെ ഞാൻ ദൈവത്തിനാണ് നന്ദി പറയുന്നത്. കാരണം പല സ്ഥലങ്ങളിൽ ഇരിക്കുന്ന നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എനിക്ക് വേണ്ടി ഇത്രത്തോളം പ്രാർത്ഥിക്കുന്നു, എന്നെ ആശ്വസിപ്പിക്കുന്നു. അതൊക്കെ ഓർക്കുമ്പോഴേ അത് ദൈവത്തിന് തന്നെ നന്ദി പറഞ്ഞാലേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ കൂടുതൽ ഞാൻ പറഞ്ഞ് നിങ്ങളെയും ബോറടിപ്പിക്കുന്നില്ല. അപ്പം രാവിലെ ഇഡലി ഉണ്ടാക്കി, അത് കഴിഞ്ഞ് ദോശ വേണ്ടിയവർക്ക് ദോശയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ പോൾമോൻ പറയുമായിരുന്നു. പോൾമോന് ആദ്യമൊന്നും അങ്ങനെ ടിഫിൻ കൊണ്ടുപോകും. ആദ്യമൊക്കെ അവൻ രാവിലെ ഒരു 9 മണിക്ക് പോയാൽ ചിലപ്പം 12:30, 1 മണി, 2 മണിക്കൊക്കെ ആകും വരുമായിരുന്നു. ഇപ്പോൾ പ്രാക്ടിക്കൽ ഉണ്ട് എങ്കിൽ ഒരു 4:30, 5 മണിയായിട്ടേ വരത്തുള്ളൂ. അപ്പം 9 മണിക്ക് തുടങ്ങത്തുള്ളൂ. അപ്പോൾ അവൻ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകും. എന്നാലും അവർക്ക് രാവിലെ ഒരു ബ്രേക്കുണ്ട്, പിന്നെ പ്രാക്ടിക്കലിന് മുമ്പിട്ട് ഒരു ബ്രേക്കുണ്ട്. അപ്പം അതുകൊണ്ട് ടിഫിൻ കൊണ്ടുപോകും. അപ്പോൾ കൂടെയുള്ള പിള്ളേരും ചിലർ കൊണ്ടുവരും, ചിലർ ഇവൻ്റെ ഷെയർ ചെയ്യും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നലെ വന്നെന്നെ പറഞ്ഞു, മമ്മി എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പിച്ചാര എന്ന് പറഞ്ഞാൽ പാവം എന്നുള്ളൊരർത്ഥം. അവൻ്റെ അമ്മ നാട്ടിലാണ്, അവൻ്റെ അച്ഛൻ ഇവിടെ വണ്ടി ഓടിക്കുക, ഡ്രൈവറാണ്. അപ്പോഴേ എനിക്ക് മനസ്സിലായി UP-കാരായിരിക്കുമെന്ന്. കൂടുതൽ UP-കാരിങ്ങനെയൊക്കെയാണ്. അന്നേരം അവൻ ആ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. ഇന്ന് അവൻ ചപ്പാത്തിയും കൂട്ടാനായിട്ട് കൊണ്ടുവന്ന് മാഗിക്കകത്ത് ഒത്തിരി ഉപ്പായിപ്പോയെന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞു, കണ്ടോടാ ആ കൊച്ച് രാവിലെ എണീറ്റ് കഷ്ടപ്പെട്ട് ടിഫിനൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. നിങ്ങൾ കട്ടിലേക്ക് കിടക്കുമ്പോഴേ നമ്മൾ എണീറ്റ് കോഫി ആണെങ്കിലും എന്തും ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അത് കുടിപ്പിച്ചിട്ടാണ് കിടത്തുന്നത്. അഥവാ നമ്മൾ രാവിലെ കുടിക്കാൻ പറഞ്ഞാൽ അയ്യോ വേണ്ട എന്നൊക്കെ പറയത്തില്ലേ. ഞാൻ പറഞ്ഞു, നോക്കടാ ആ കൊച്ച് തന്നെ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മി ചപ്പാത്തിയും മാഗിയും കൂടെ നല്ല കോമ്പിനേഷനായിരുന്നു അന്ന്. അല്ല, ആ കൊച്ച് തന്നെ, അതിൻ്റെ അപ്പനും ആ കൊച്ചും തന്നെ ഉള്ളു. നമുക്കൊക്കെ ആണെങ്കിൽ എന്ത് ടെൻഷനാണ്. അതാ നമ്മൾ ഈ കേരളീയരാ ഈ പിള്ളേരെ കൂടുതലങ്ങ് നമ്മൾ ഒത്തിരി അങ്ങ് പാമ്പർ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു. ടിഫിൻ തയ്യാറാക്കേണ്ടവർക്ക് ടിഫിൻ തയ്യാറാക്കി. അതിനുശേഷം പിന്നെ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. ഇന്ന് കറി വെക്കുന്നത് കുറേ നാളായി, ഒരു രസം വെച്ചിട്ട്. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ പുളിവെള്ളവും കുരുമുളക് പൊടിയും കൂടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇഞ്ചി പേസ്റ്റ് ഉള്ളത് കൊണ്ട് ഇപ്പം ഞാൻ ഓർത്തില്ല ഇടാനായിട്ട്. അപ്പം ഞാനത് തിളച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെച്ച് പിന്നെ ഇഞ്ചി കഷ്ണം ഇട്ടിട്ട് ഇഞ്ചിയുടെ പേസ്റ്റിൻ്റെ ഇതിട്ടിട്ടേ വീണ്ടും അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ച്. ഇവിടെ രസം വെക്കുവാണെങ്കിൽ പോളിന് നന്നായിട്ട് പുളി മുന്നിട്ട് നിൽക്കണം. എനിക്കും അതാ. അപ്പം അന്നേരം ആണ് രസം കുടിക്കാനൊരു രസം. ഇവിടെ പോള് സാറ്റർഡേ ഇവിടെ മാഗി ആയിരിക്കുമല്ലേ, അവന് മാഗിക്കകത്ത് ക്യാപ്സിക്കം ഉള്ളിയും ചിലപ്പോൾ ക്യാപ്സിക്കം മസ്റ്റായിട്ടും ചേർക്കും. അപ്പോൾ അവൻ ഈ ക്യാപ്സിക്കം എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ, അവൻ അതിൻ്റെ മോടം വശമൊക്കെ അങ്ങ് നന്നായിട്ട് അവൻ തന്നെ അവൻ്റെ ഉണ്ടാക്കുന്നത് കട്ട് ചെയ്തെടുക്കുമെന്ന് മാറ്റുമെന്ന്. അപ്പോൾ ഇന്ന് ക്യാപ്സിക്കം തീർന്നു. ജിയോ മാർട്ടിലൊന്ന് ഓർഡർ ചെയ്യാൻ നോക്കിയുണ്ടേ 1/2 കിലോ ക്യാപ്സിക്കം 70 റുപ്പീസ്. ഞാൻ പറഞ്ഞ് വേണ്ടാന്ന്, എല്ലാത്തിനും എന്താ വിലയാണ്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തേ കടുക് വറക്കാൻ നേരം കുറച്ച് ഓയിൽ, ജീരകം, കടുക്
എന്നിട്ട് വെളുത്തുള്ളി ഇപ്പം കുറച്ച് വെളുത്തുള്ളി ഇങ്ങനെ ഞാൻ വെളുത്തുള്ളി പൊളിച്ച് വെച്ചതുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അതിൽ നിന്ന് ഒത്തിരി വലിയ അല്ലി ഉണ്ടല്ലേ, ആ വലിയ അല്ലി ഇടാതെ ചെറുതാ നോക്കി അതാ ഇങ്ങനെ പതുക്കെ ഇടുന്നത്, ചെറിയ അല്ലിയാണ് ഇടുന്നത്. അപ്പോൾ അതങ്ങ് നന്നായിട്ട് ആ വെളുത്തുള്ളി ഒന്ന് മൊരിഞ്ഞ് ഒരു ബ്രൗൺ കളറാകുമ്പോൾ ഈ രസത്തിൽ നിന്ന് എടുത്ത് കടിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റ്. അതെല്ലാവർക്കും അങ്ങനെ തോന്നത്തില്ല, എനിക്ക് പക്ഷേ അങ്ങനെ ഈ വഴന്ന് നല്ല കളറായ വെളുത്തുള്ളി എടുത്ത് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇതിലേക്ക് ഇത്രയും സവാളയും ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ. ഇത്തിരി കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട്. ഇവിടെ പ്രൈസം മോനും രസം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ രസം ചോറിലങ്ങനെ ഒഴിക്കത്തില്ല. ഞാൻ ഇപ്പം ചോറ് വായി ഇട്ടിട്ട് ചിലപ്പോൾ അത് കുടിക്കും. അന്ന് എൻ്റെ സംഭവം പറഞ്ഞില്ലേ ഇങ്ങനെ ഈ കോണിൻ്റെ. അപ്പോൾ ഓരോരുത്തരുടെ അനുഭവം ഷെയർ ചെയ്തപ്പോഴേ എല്ലാവർക്കും ഇതുപോലെ പറ്റുന്ന സംഭവം എന്നുള്ളത്. അതിലൊരു കമൻറ്റ് വന്നായിരുന്നു, ചേച്ചി ഞാൻ എന്തോ കഴിച്ചാലും എനിക്ക് നിറയെ കയറുമെന്ന്. അതുപോലെ എൻ്റെ റേച്ചാനുണ്ടല്ലേ, റേച്ചാൻ എന്തെങ്കിലും ഈ ഇഡലി എന്തെങ്കിലും കഴിക്കുന്നുണ്ട് റേച്ചാൻ ഇക്കിള് വരും. അതുകൊണ്ട് ഞാൻ എപ്പം കഴിക്കാതെ ഞാൻ പറയും വെള്ളം എടുത്ത് വെക്കണമെന്ന്. എനിക്ക് തോന്നുന്നു റൈറ്റ് സൈഡിലാണ് എനിക്കിപ്പോൾ മെയിനായിട്ടും എനിക്ക് തോന്നുന്നത് അതിൻ്റെ നാരല്ല. ചില കോണിൻ്റെ ഇങ്ങനെ ഇളക്കുന്നുടനെ ഇതൾ അല്ലി ഇളക്കുന്നുടനെ ചിലത് മൂടുവച്ച നല്ല ഷാർപ്പുണ്ട്. എനിക്കിങ്ങനെ മേളിലോട്ട് നോക്കുമ്പോൾ എൻ്റെ മേലെണ്ണാക്കിൽ നിന്ന് ബ്ലഡ് പൊടിയുന്ന കാണാമായിരുന്നു എനിക്ക്. അത് അങ്ങനെ അത് കൊണ്ടേന്നാണ് തോന്നുന്നത്. ഇപ്പോഴും എനിക്ക് ആ റൈറ്റ് സൈഡിൽ എൻ്റെ ചെവിക്കും ചെവിക്കുത്തം നമുക്കൊരു വേദനയുണ്ടല്ലോ, അതുകൊണ്ട് തലവേദനയുണ്ട്. പക്ഷേ ഡോക്ടറിന് കുഴപ്പമൊന്നുമില്ല, എന്നാൽ അത് 2-3 ദിവസം കാണുമെന്ന് പറഞ്ഞു. ഇപ്പോഴും ബൈ ചാൻസിൽ നമ്മൾ ചൂട് ചായ വല്ലതും കുടിക്കുകയാണെങ്കിൽ എനിക്കൊരു ഇറിറ്റേഷൻ ഉണ്ട്. അല്ലാതെ ചോറ് കഴിക്കുമ്പോൾ അത്രയില്ല, പക്ഷേ ഈ ചൂട് എന്തെങ്കിലും ചെല്ലുന്നുണ്ടെങ്കിൽ നല്ല ഇറിറ്റേഷനാണ്. അപ്പോൾ ഞാൻ രസത്തിന് കടുക് വറുത്ത സമയത്ത് ഉള്ളിയൊക്കെ വഴറ്റി നന്നായിട്ട് വഴന്ന് വന്നുകൊണ്ടേ മഞ്ഞപ്പൊടിയും നല്ലൊരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത്, പിന്നീട് അതിന് മുമ്പിട്ട് ഞാൻ കുറച്ച് മല്ലിയില ആരംഭത്തിൽ ഇടേണ്ടതാണ്. പിന്നെ ഞാൻ കടുക് വറുത്ത് കഴിഞ്ഞിട്ട് ആ മല്ലിയില ഞാനവിടെ കട്ട് ചെയ്ത് വെച്ചു, ഇടാൻ മറന്നുപോയായിരുന്നു. പിന്നീടാണ് ഞാൻ മല്ലിയില ഇട്ടത്. അപ്പോൾ കുരുമുളകും എല്ലാം കൂടെ ആയണേ നല്ല ഇപ്പം ചുമയും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതിടയ്ക്കൊക്കെ വെച്ച് കുടിക്കുന്നത് നല്ലതാണ്. അത് ഞാൻ പറയേണ്ട, എല്ലാവർക്കും അറിയാം. അപ്പോൾ രസം അവിടെ കായപ്പൊടിയും ചേർത്ത്, ഉലുവാപ്പൊടി നേരത്തെ ചേർത്തായിരുന്നു വറുക്കാൻ നേരം, ഉലുവാപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് അത് അടച്ചവിടെ വെച്ചിട്ടുണ്ട്. പിന്നീട് കുറച്ച് കാബേജ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മസാല ഇഡലി ഉണ്ടാക്കിയായിരുന്നു. മസാല ഇഡലി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ പാത്രം ഞാനിങ്ങനെ അടച്ചു വെച്ചു. അതിൻ്റെ അകത്ത് കുറേ കടുകും കറിവേപ്പിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കാബേജ് തോരൻ വെക്കാൻ നേരം ഞാൻ പ്രത്യേകിച്ച് ഒരു കടുക് വറുത്തില്ല, അതിൻ്റെ അകത്ത് തന്നെ ഒരു ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് ഈ കാബേജ് തോരൻ വെക്കുമായിരുന്നു. അതുകൊണ്ട് ആ കാബേജ് ഇന്ന് ഇച്ചിരി ചുമന്നിരിക്കുന്നത്. മസാല ഇഡലി ഉണ്ടാക്കിയതിൻ്റെ ഇത്തിരി മസാലയൊക്കെ ഇച്ചിരി മുളക് പൊടി നമ്മൾ ചേർക്കുമല്ലോ, അതിൻ്റെയൊക്കെ ആ കളറുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. അത്രയും കടുകൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ചിന്തിച്ച് ഇങ്ങനെ ഇത് വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അന്നേരം കിട്ടും. അപ്പോൾ പിന്നെ തുണിയൊക്കെ കഴുകാനിട്ടായിരുന്നു, അതെല്ലാം ഒന്ന് വിരിക്കണം. അതൊരു ടാസ്ക് തന്നെ. എന്നും ഈ വിരിപ്പ് തന്നെ കണ്ട് നിങ്ങളും ബോറായി കാണും അല്ലേ. ഇപ്പം ഈ നെറ്റ് ഇങ്ങനെ അടിച്ചത് കൊണ്ട് എനിക്ക് ഈ അടുക്കളയിൽ നിന്ന്, നേരത്തെ ആണെങ്കിൽ ഈ അടുക്കളയിൽ നിന്ന് ഈ വെളിയിൽ പോകുന്നവരും ജോലി അവിടെ 8-ാം നമ്പറിൽ നിന്ന് തൂക്കുന്നേ, അങ്ങോട്ട് അവളൊരു 12:30 കഴിയുമ്പോൾ അവളൊരു ചായ കുടിക്കാൻ പോകും. അവളും ഇവിടുത്തെ 10-ാം നമ്പറിലെ ആ പെണ്ണൂടെ. അതൊക്കെ എനിക്ക് കാണാമായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ നെറ്റുള്ളത് കൊണ്ട് അങ്ങനെ ഇപ്പം കൂടുതലൊന്നും കാണാൻ എനിക്ക് പറ്റത്തില്ല. ഇന്നിപ്പോൾ ഞാൻ അടുക്കളയിൽ നോക്കിയാണെങ്കിൽ കുറച്ച് സ്ഥലം എനിക്ക് ആ നെറ്റുണ്ട്. അപ്പം ഞാൻ നോക്കിയാണെങ്കിൽ അവളവിടെ ഇരിക്കുന്നു. അവളും ചായ കുടിച്ച് വന്നിട്ട് അവളും ആ 10-ാം നമ്പറിൽ അവളും കൂടെ അവിടെ നിന്ന് കാര്യം പറയുന്നത്. എന്നിട്ട് കൊച്ചുണ്ട്. പിന്നെ നോക്കിയാണെങ്കിൽ കൊച്ചിനെ നമ്മൾ പാൽ കൊടുത്ത് അത് ഉറങ്ങിക്കഴിഞ്ഞ് അവിടെ വാച്ച്മാൻ്റെ അവിടെ അടുത്ത് ട്രോളി ഉണ്ടല്ലോ കൊച്ചിനെ കിടത്തുന്നത്, അതിൻ്റെ അകത്ത് ഇട്ടിട്ടാണ് ഇവിടെ എൻ്റെ അടുത്ത് വരുന്നത്. അപ്പം വന്ന ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ആൻറ്റി, എന്നിട്ട് അവൾ ചായ കുടിക്കാൻ പോയതിനെ കൊച്ചിനെയും കൂടെ കൊണ്ടുപോയി. അപ്പം വെളിയിലൊക്കെ കൊണ്ടുപോയി ഇച്ചിരി കാറ്റടിച്ചോണ്ടേ അതങ്ങ് ഉറങ്ങിയെന്ന്. അതുകൊണ്ട് ഇച്ചിരി നേരത്തെ ഇന്നിങ്ങി വന്നു. ഇന്നലെ രാത്രി വിളിച്ച് പറഞ്ഞു, ആൻറ്റി ഞാനിന്ന് വരത്തില്ല, കൊച്ചിന് വാക്സിനേഷൻ എന്തോ ഉണ്ട്. ഞാൻ പറയുന്നത് വരണ്ടെന്ന്, അത് കഴിഞ്ഞ് ഭയങ്കര കരച്ചിലായിരിക്കും. ഞാനന്നേരം പറഞ്ഞു അവിടെ ഹോസ്പിറ്റലുകാർ തരുമായിരിക്കും, പനിയെങ്ങാനും വരും, അതെങ്കിൽ പനിയുടെ മരുന്ന് കൊടുക്കണേന്ന് പറഞ്ഞു. ഞാൻ അവരോട് ചോദിച്ചിട്ട് വേണം, അതുങ്ങൾക്കൊന്നും അറിയത്തില്ലല്ലേ, ചോദിച്ചിട്ട് വേണം നീ
വരാനെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് നീ വരണ്ട, ചുട്ടി എടുത്തോളാൻ പറഞ്ഞു. ഇനിയും കാണിക്കുന്നത് ഞങ്ങളുടെ ഓൺലൈൻ മീറ്റിങ്ങിന് കൊച്ചുങ്ങൾ പാടിയ പാട്ടാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഈ മീറ്റിങ്ങിൻ്റെ പാട്ടിടുന്നത് ആർക്കെങ്കിലും ബോറായിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങളങ്ങ് സ്കിപ്പ് ചെയ്ത് പൊയ്ക്കോ കേട്ടോ. आशीष देखो नीचे आती है, स्तुति आराधना ऊपर जाती है। आशीष देखो नीचे आती है, प्रभु हमारा कितना महान, देखो हमसे करता है प्यार। प्रभु हमारा कितना महान, देखो हमसे करता है प्यार। हालेलुया 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 हालेलुया। प्रार्थना और विनती ऊपर जाती है, उत्तर देखो नीचे आती है। प्रार्थना और विनती ऊपर जाती है, उत्तर देखो नीचे आती है। प्रभु हमारा कितना महान, देखो हमसे करता है प्यार। प्रभु हमारा कितना महान, देखो हमसे करता है प्यार। हालेलुया 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 हालेलुया। स्तुति आराधना ऊपर जाती है, आशीष देखो नीचे आती है। स्तुति आराधना ऊपर जाती है, आशीष देखो नीचे आती है। प्रभु हमारा कितना महान, देखो हमसे करता है प्यार। प्रभु हमारा कितना महान, देखो हमसे करता है प्यार। हालेलुया 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 हालेलुया। ഞാനിത് ഇടുന്നത് ചിലർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പാട്ടിടണേന്ന്, അതുകൊണ്ടാണ് ഇടുന്നത് കേട്ടോ. അപ്പം കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് അവിയൽ വെച്ചില്ലേ, അതുണ്ടായിരുന്നു, അത് ഇന്നെടുത്ത്. അപ്പോൾ ഉച്ചയ്ക്ക് രസമുണ്ട്, അവിയലുണ്ട്, കാബേജ് തോരനുണ്ട്. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളം എന്ന ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.